ഞാൻ ഈ ഹെയർ ഓയിലിൻ്റെ ബിസിനസ്സിലോട്ട് എങ്ങനെയാണ് വന്നത് എന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നും എനിക്കറിയാം. അപ്പോൾ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ. പിന്നെ പിന്നെ 370 രൂപ കൂടുതലല്ലേ എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാൻ പാടില്ലേന്ന് എല്ലാവരും ഇല്ല, എന്നാലും ഇടയ്ക്ക് ചിലരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അത് ന്യായമായ ചോദ്യമാണ്, കസ്റ്റമറിന് ചോദിക്കാമല്ലോ അല്ലേ? കസ്റ്റമറിന് ചോദിക്കാം. ഈ ചോദ്യം നമ്മളും പലരോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനധികം അങ്ങനെ ആരോടും അങ്ങനെ ഡിസ്കൗണ്ടിൻ്റെ കാര്യമൊന്നും ഞാനങ്ങനെ ചോദിക്കാറില്ല. അതിൻ്റെ പേരിൽ ഞാനും എൻ്റെ ഭർത്താവും ഇടയ്ക്ക് വഴക്കടിക്കാറുണ്ട്. കാരണം വെച്ചാൽ ചേട്ടൻ എന്നോട് പറയും, നീ എൻ്റെ കൂടെയാണോ വന്നത് അല്ലെങ്കിൽ ആ കച്ചവടം ചെയ്യുന്നവരുടെ ഭാഗത്താണോ എന്ന് ചോദിക്കും. ഞാനൊരു കച്ചവടക്കാരി ആവുന്നതിന് മുമ്പ്, ഞാൻ വലിയൊരു കച്ചവടക്കാരി എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നതാണ്, അപ്പം എനിക്കൊരു എയിമുണ്ട്, എനിക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് വില കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ക്വാളിറ്റി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ് വാങ്ങിക്കുന്നതെന്നുള്ളത് എനിക്ക് അതാണ്. അല്ലാണ്ട് എനിക്ക് വേറെ ഒരു വെളിച്ചെണ്ണ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പം നമുക്ക് നല്ല സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തണം. ചിലപ്പോൾ എനിക്ക് ഒരു കസ്റ്റമറേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ആ കസ്റ്റമറിന് കൊടുക്കുന്നത് എനിക്ക് തൃപ്തിപ്പെട്ട് എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയായിരിക്കണം. ഞാൻ വേറൊരാൾക്ക് കൊടുക്കണ്ടേ എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെയാണ് നാം നമ്മുടെ ഓയിലുണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറില്ല കേട്ടോ. അതിപ്പോൾ ചില കസ്റ്റമേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് 1-2 പേരങ്ങനെ പറഞ്ഞു. അങ്ങനെ ആരും അങ്ങനെ അധികം ഇത് ചെയ്യാറില്ല കേട്ടോ. അപ്പം ഞാനത് പറഞ്ഞതാണ്. എനിക്കൊരു ഉദ്ദേശമുണ്ട്. അപ്പം ഞാൻ ഒരുപാട് നഷ്ടത്തിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പാപ്പരയാവുന്നതിനേക്കാളും നല്ലതല്ലേ ആദ്യമേ തന്നെ എനിക്കൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു സ്റ്റാൻഡിൽ കൂടി തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നോട് ചേർത്ത് നിർത്തുന്ന എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട്, ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കച്ചേണിയുടെ വിശേഷങ്ങൾ. ഇതാണ് കേട്ടോ തോരൻ. ഓക്കെ.